ദിസ് ഈസ് സൺഡേ. ഞായറാഴ്ച നമ്മൾ രാവിലെ ബൈക്കിൽ ഹൈറ എന്ന് പറയുന്നത് സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ നേരെ പോകുന്നത് ആയൂർ റൂട്ടുള്ള റെഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിലോട്ടാണ്. നമ്മളെ ഭാഗ്യം കൊണ്ട് അവിടെ അവർ തുറന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകാൻ പറ്റി. ഞായറാഴ്ച നമ്മൾ ആഗ്രഹം കൊണ്ട് ഇറങ്ങിയതേ തെറ്റായിരുന്നു. ഞായറാഴ്ച ഇമാതിരി ആഗ്രഹങ്ങൾ പാടില്ല. പക്ഷേ ഇനി നമ്മൾ നേരെ പോകുന്നത് ഡ്രസ്സ് എടുക്കാനാണ്. നാളെ പെരുന്നാളായതുകൊണ്ട് ഇന്ന് ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. മനസ്സിന് ഇണങ്ങിയൊരു ഡ്രസ്സ് എടുക്കാൻ മൂന്നാമത്തെ കടയെന്നേ പറ്റിയുള്ളൂ. ഇവിടുന്നെങ്കിലും കിട്ടിയല്ലോ എന്ന ഭാഗ്യത്തിന് ഞാൻ ഡ്രസ്സ് പെട്ടെന്ന് എടുത്തിട്ട് അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാണ്. ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരുപാട് ചിന്തിച്ച് എവിടെയെങ്കിലും പോയാലോ എന്ന്. ലാസ്റ്റ് നമ്മളൊരു തീരുമാനത്തിലെത്തി. റെഡിയാണോ? റെഡി. നേരെ വാഗമൺ. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. നമ്മളത് പാസിംഗ് ഷാർ വീട്ടിൽ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. അങ്ങനെ ചാർജ് വെച്ചിട്ട് ഇങ്ങനെ ഊഞ്ഞാൽ കാട്ടിക്കൊണ്ട് നിൽക്കുക. പെട്ടെന്ന് പോകണം. ഇപ്പം 12:33. നമ്മൾ എത്ര മണിക്ക് അവിടെ എത്തും? 4 മണിയാ? 3 മണിക്കെങ്കിലും എത്തണം. യെസ്. പെരുന്നാളിൻ്റെ തലേന്ന് നമ്മൾ വാഗമൺ പോകുന്നു. എൻ്റെ ഇതിൽ 69 ഉള്ളൂ ചാർജ്. നിന്റെ എത്ര ഉണ്ട്? എൻ്റെ 69. എൻ്റെ 60 ഉണ്ട്. 60 120. അത് മതി. ഒരു ദിവസമുള്ള ചാർജൊക്കെ ഉണ്ട്. 69 കൂട്ടറിയാത്തോണ്ടല്ലോ നീ 60 പറഞ്ഞു. 129. അത് മതിയല്ല. ശരി എന്നാ. ഇതാണ് അസിം ഷാടെ വീട്. ഇത് അസിം ഷാ, അത് ബൈക്ക്, ഇത് ഞാൻ കയ്യിലാണ്ട സെറ്റ് ആക്കിയിട്ടുണ്ട്. നിന്റെ ഫുൾ കയ്യിലട മാറി. എനിക്ക് അപ്പോഴേ തോന്നിയ നീ സ്വിച്ച് ഇടത്തില്ലൊന്നും. ഇത്രയും നേരം നമ്മൾ വെറുതെ നിന്നില്ലടാ. 1% പോലും കീറിയില്ല. പ്രളത്തിലും പറ്റുന്നത് ഇവനും പറ്റി. സ്വിച്ച് ഇടാതെയാണ് ഫോൺ കുത്തിച്ചത്. നമുക്ക് ഒറ്റ സമയമില്ല, പെട്ടെന്ന് അവിടെ എത്തണം. അതിൻ്റെ ഇടയിൽ നീ സ്വിച്ച് കൂടെ ഇടാതിരുന്ന ഇനി സ്വിച്ച് ഇട്ടണക്ക് പോകേണ്ടി വരും. നല്ല ബീഫ് കറിയും ചോറും തിന്നതിന് ശേഷം ഫോണിൽ ചാർജായി. ചാർജ് ഫുള്ളായില്ല. എന്നാലും 1 മണിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാലും 4 മണിക്ക് നമ്മൾ അവിടെ എത്തത്തുള്ളൂ. ആ ഒരു സമയം നോക്കി 1 മണിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ വാഗമൺ യാത്ര പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ലായിരുന്നു. ശനിയാഴ്ച രാത്രി 2 മണിക്ക് പോകണമെന്ന് വിചാരിച്ച തീരുമാനമായിരുന്നു. സാഹചര്യം മോശമായിട്ട് ആ സമയത്ത് പോയില്ല. പിന്നെ രാവിലെ പോകാൻ വേണ്ടി 6 മണിക്ക് എണീക്കാൻ വേണ്ടി ഇരുന്നു. 6 മണിക്ക് എണീക്കാനും പറ്റിയില്ല. അതിനുശേഷം പോണില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. 1 മണി ആയപ്പോഴും മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. വാഗമൺ പോയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ആഗ്രഹം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. വൈകിട്ടായാലും 4 മണിയായാലും 4 മണി തൊട്ട് 6 മണി വരെയുള്ള വ്യൂ കാണാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ കോന്നിയിലെത്തി. ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ 10 കിലോമീറ്റർ അടുത്തുണ്ട് പത്തനംതിട്ടയിലോട്ട്. ഞാൻ പത്തനംതിട്ടയിൽ ചെന്നിട്ടാണ് നമ്മൾ വാഗമണിലോട്ട് പോകാനുള്ള വഴി തിരിയേണ്ട. ഇവരൊക്കെ വായയുടെ കൂടെയൊക്കെയാണ് പോകണത്. നമുക്ക് പത്തനംതിട്ടയിലോട്ടല്ല പോകണ്ട, നമുക്ക് സ്ഥലത്തോട്ട് അങ്ങോട്ട് പോകണം. എണ്ണയടിക്കാൻ പമ്പ് കാണാൻ അറിയില്ല. എനിക്കാണെങ്കിൽ വണ്ടിയിൽ നിന്ന് മൂട് ഫുള്ള് കിഴപ്പടിച്ച്. എൻ്റെ പുതിയ വണ്ടി തന്നെ ഒറ്റയിരുന്ന് നല്ല കിഴപ്പടിക്കുന്നുണ്ട്. ഞാൻ വരുന്നില്ല, അവിടെ തന്നെ ഇരിക്കാം. ആദ്യമായിട്ട് ഫുൾ ടാങ്ക് അടിച്ചത്. ഫുൾ ടാങ്ക് അടിച്ചാ? ഫുൾ ടാങ്ക് ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നു. അവൻ്റെ പറഞ്ഞ ട്രിപ്പാണോ? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും ചോദിച്ചാ. 60 കിലോമീറ്റർ. 60? 50 കിലോമീറ്റർ. എന്നാ വലത്തോട്ട് വലത്തോട്ട്. കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 42 കിലോമീറ്റർ ഉണ്ട് വാഗമണിലേക്ക്. കാഞ്ഞിരപ്പള്ളി എൻ്റെ അറിയാച്ചൻ്റെ മോളാ. ഞാൻ ആദ്യമായിട്ടാണ് കാഞ്ഞിരപ്പള്ളി കാണുന്നത്. ഞാനും തൊടുപുഴ ചെന്നിട്ട് ജ്ഞാനത്തിന്
അത് കോടയാണോ അതോ പുകയാണോ? കോടയല്ല, പുകയാണ്. ഇവിടെ എവിടെയോ എന്തോ കാര്യമായിട്ട് നിന്ന് കത്തുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഫുള്ള് പുകയാണ്. കാരണം മൂക്കിലൊക്കെ പിടിച്ചാൽ ഓരോരുത്തരും വിരാറ്റുപേട്ട പള്ളിയാണെങ്കിൽ നീ വലതറിയാ, വലത് വായിട്ടിട്ട് ലായിട്ടിട്ട് താഴിട്ടിട്ട് പള്ളിയല്ല, ചന്ദ്രക്കല. നമ്മള് വാഗമൺ റോഡ് കയറിയിരിക്കുകയാണ്. ഇനി ഡയറക്റ്റ് വാഗമണിലോട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ നല്ല മഴയാണ് പെയ്ത. മഴ പെയ്ത് ആ മണ്ണിന്റെ മണം നല്ലപോലെ അടിക്കുന്നുണ്ട്. ഇതെന്തോടാ നമ്മളെ കരിക്കല്ലേ, ആ ഒരു മണ്ണിന്റെ ഒരു പുതുമണമില്ലേ, ആ സംഭവം നല്ലപോലെ അടിച്ചു തരുന്നുണ്ടല്ലേ. നല്ല മൂടിയായിട്ട് നല്ല ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ മഴ പെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ വാഗമണിന്റെ അവസ്ഥ അടിപൊളി. നല്ല തണുപ്പടിക്കുന്നുണ്ട്. റോഡിൽ നിന്നൊക്കെ ആവി പോണ പോലെയാണ് മഞ്ഞ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ചൂടുണ്ടായിട്ട് ഈ മഴ പെയ്തിട്ട് വരുന്ന ഞാൻ തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. നമുക്ക് റോഡിൽ നിന്ന് മഞ്ഞ് വരുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഫൈനലി നമ്മൾ വാഗമൺ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കാട്ടിൽ കൂടെ വീണ അവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടോ കേട്ടാ. മലയിൽ നിന്ന് വെള്ളം വീഴുന്നോടാ. നിർത്തുന്ന ഇല്ല, നമുക്ക് മേളിൽ പോവാം. നമുക്ക് കയറും തോറും ആ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോട വലുതായിട്ടൊന്നും കാണുന്നില്ല. റോഡിൽ നേരത്തെ ഇപ്പം ഇല്ല, താഴെ നിന്ന് കയറി വരുമ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. റോഡിൽ നിന്ന് ആവി ഉണ്ടെന്ന് തോന്നുന്നു. ആവിയാണ്. നമ്മൾ ആ റോഡ് വഴി വന്നതാണ്. കപ്പിൾസിനെയൊക്കെ ഒരുപാട് പേര് കാണാം. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. മൺസൂൺ കാലമായതുകൊണ്ട് പിന്നെ എല്ലാവരും റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ വരാം. കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആർക്കാണെങ്കിലും വന്ന് കുതിരയെ റൈഡ് ചെയ്യാം. ഇനി ഇതിന് മേളിലോട്ട് പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. കോടയൊക്കെ കാണാം, ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കോടയൊക്കെ. പക്ഷെ ഒരു ചെറിയ മഴയൊക്കെ പെയ്തിരുന്നൊക്കെ കോട ഇറങ്ങേണ്ടതാണ്. പൊന്മുടിയിലായിരുന്ന ഒരു ചെറിയൊരു മഴ പെയ്തെങ്കിൽ നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയാണ്. പക്ഷേ നമ്മൾ ആ കോടയൊക്കെ വരുന്നുണ്ട്. കോടയുണ്ടോ ഇവിടെ ഫുള്ള്? അതേ നീ പൊന്മുടിയിൽ പോകണം കേട്ടാ. അവിടെ ഇതിനും കോടയാ. നമുക്ക് ഫ്രണ്ടിലുള്ള ആളെ പോലും കാണാൻ പറ്റത്തില്ല. കോട കൂടിക്കൂടി വരുന്നുണ്ട്. ഇത് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണാം അപ്പുറത്ത് ആ മലയിൽ. തേയിലത്തോട്ടം എൻ്റെ കാണാത്തേ എന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ചേട്ടാ അങ്ങോട്ട് എന്താണ് കുരിശുമല? അങ്ങോട്ടാണ്. ഓക്കെ.
തേയിലത്തോട്ടത്തിന് ഇടയിൽ ഇറങ്ങാം. എന്നിട്ട് കുറച്ച് റീലെടുക്കാം. ഒരു ചെറിയൊരു മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. നടു ഒടിഞ്ഞെന്നാണ് പറയുന്നത്. 120 കിലോമീറ്റർ വണ്ടി ഓടിച്ചിങ്ങ് വന്ന് സമയം 4 മണിയായി. 4 മണി കഴിഞ്ഞ്. എൻ്റെ പൊന്നോ, താഴോട്ടൊക്കെ നല്ല കോട കാണാം. നമ്മളിപ്പോൾ ഇങ്ങോട്ടൊക്കെ പോകണം. തമ്പുരാനറിയാം. ഇപ്പോൾ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പടിക്കുന്നുണ്ട്. തിരിച്ചു. ഇതാണ് വാഗമൺ. വാഗമൺ എന്ന് പറയുന്നത് ഇപ്പം സിറ്റി ആയിരുന്നു. പൈൻ വാലി അങ്ങോട്ടല്ലോ. പൈൻ വാലി അടുത്ത് നീ ചോദിച്ചോ. നീ എത്തി അങ്ങോട്ട് വിട്ടേ. ചേട്ടൻ്റെ ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ നല്ല വ്യൂ പോയിന്റ് ഉള്ള എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, പോയില്ല. അങ്ങോട്ടാണല്ലേ? 7 കിലോമീറ്റർ ഇവിടുന്ന്. അങ്ങോട്ടാണോ? അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഇനി 7 കിലോമീറ്റർ പോകണം. മുട്ടക്കുന്ന്, പൈൻവാലി, എന്തൊക്കെയോ സ്ഥലങ്ങൾ പറഞ്ഞായിരുന്നു. ഈ ഏരിയയിലൊക്കെ നല്ല മഞ്ഞുണ്ട്. അങ്ങോട്ടാ പോണം. നേരെ പോ. നമ്മളിതാ വാഗമൺ എത്തിയിട്ടുണ്ട്. അതാ തണുത്ത പ്രദേശം. വേറൊരു യൂണിവേഴ്സിൽ വന്ന ഫീലാണ്. വരുന്നുണ്ട്. വേറെ റേഞ്ച് സ്ഥലം. ആദ്യമായിട്ടാണ് വാഗമൺ വരുന്നത്. മേലോട്ട് കയറാൻ നോക്കിയപ്പോൾ അങ്ങ് മേലെ വരെ പോയി. വണ്ടി നിർത്തിയിട്ടേക്ക് ഇരുന്ന് അങ്ങ് മേലെ വരെ പോയി. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ബ്ലോക്ക്. അതുകൊണ്ട് ഇനി താഴെ ഇറങ്ങി വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് മേളിൽ പോകുന്ന വിചാരിച്ചു. കിടുക്കാച്ചി ഫോട്ടോ എടുത്ത് തന്നു. മര്യാദ ഇനി ഫോട്ടോ എടുത്തതാ. നല്ല ഫോട്ടോ എടുത്ത് തന്നത്. എന്തെങ്കിലും കേക്കാം. അത് കൊള്ളാവോ? എടുത്ത ഒന്നും കൊള്ളത്തില്ല. അല്ല, അടിപൊളി സ്ഥലം. നമ്മളിവിടെ കിടന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുക. വലിയ റേഞ്ചൊന്നും ഇല്ല. ഈ ഷൊണ്ണന്റെ ഫോണിലെ റേഞ്ചൊന്നും ഇല്ല. എൻ്റെ ഫോണിൽ ഇച്ചിരിയെങ്കിലും ഉണ്ട്. എന്തിനാ അങ്ങ് മറിക്കുന്നുണ്ട്. ഒന്നും എടുക്കുന്നൊന്നും കൊള്ളത്തില്ല. എല്ലാം ഭയങ്കര മഞ്ഞും. ഇത് തേയിലത്തോട്ടം. അത് ശരിയാണല്ലോ. ഇത് തേയിലത്തോട്ടം ഒന്ന് കണ്ടറിയത്തില്ലേ? ഭയങ്കര മഞ്ഞുണ്ട്. വൈകിട്ട് ഇത്രയും മഞ്ഞെങ്കിൽ രാവിലെ ഒട്ടുക്കത്തെ മഞ്ഞായിരിക്കും. ഫോട്ടോ കിട്ടാത്തതിന്റെ വിഷമാണെന്ന് തോന്നുന്നു. ഏതാണ്ട് ചാടാ ബാറ്ററി ചാർജ് തീരാറായി. അടിപൊളി സ്ഥലങ്ങളല്ല. നമ്മളിനി ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് അതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങും. ഒന്നെങ്കിൽ അങ്ങ് മണ്ടേ പോവും, അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകും. പെട്ടെന്ന് എടുത്ത തീരുമാനം. പെട്ടെന്ന് ഇനി വന്ന് പെട്ടെന്നങ്ങ് പോകാം. 100 ഫോട്ടോ എടുത്ത്. ഒരെണ്ണത്തെ കണ്ണ് അടച്ചിരിക്കുന്നു, മറ്റേത് കിളിയും പറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ എടുക്കത്തില്ല കേട്ടാ. അങ്ങനെ നമ്മളിവിടെ ഇരിക്കുന്നു. കോടയൊക്കെ പോയി. ഇനി അങ്ങ് മണ്ടയിലാണ്ടേ ഉള്ളൂ മഞ്ഞൊക്കെ. മഞ്ഞൊന്നുമില്ല. വന്ന സമയത്ത് ഒട്ടുക്കത്തെ മഞ്ഞായിരുന്നു. ഇതിപ്പോൾ രാത്രി എത്ര മണിയായി? 5:30 ആയി. കറക്റ്റ് 5:30. അങ്ങനെ ഇരിക്കുക തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ. നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ വെച്ചൊരു കട്ടൻ ചായ കൂടെ കിട്ടിയെങ്കിൽ സെറ്റായില്ല. ഉപ്പിൽ വെള്ളം ഇരിപ്പുണ്ട്, പച്ചവെള്ളം. ശരിയാ, പച്ചവെള്ളം ഉണ്ട്.
ലൈറ്റ്, ബാഗ്, കിസന എല്ലാം ഉണ്ട്. ഫോട്ടോ എടുക്കാൻ പറയുന്ന അസിംഷ കൊള്ളാമോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ പറയൂ, അസിംഷ കൊള്ളാവോ? നല്ല മഞ്ഞുണ്ട് അവിടെയൊക്കെ, നല്ല മഞ്ഞ് നോക്കിയേ, മഞ്ഞാ പോകുന്നത്. ഓ ഇതിനൊക്കെ എന്ത് അവിടെ മേഘമാണ്. അയ്യോ കഷ്ടം. ഇനി ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല കേട്ടോ, ചമ്മിയിരിക്കുക. തിരിഞ്ഞു നോക്കി. ഓഹോ മേഘം 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 മേഘം. വേണ്ട വേണ്ട. എത്ര മണിക്കൂറത്തെ യാത്ര ചെയ്തു നമ്മൾ? അവിടുന്ന് ആറഞ്ഞു ഇനിയൊന്നും അല്ല വന്നത്, വീട്ടിൽ കാണുന്നത്. പയ്യ വന്നത്, പതുക്കെയാണ് വന്നത്. വളവിലൊന്നും കോർണർ ചെയ്തതേ ഇല്ല. നമ്മള് എനിക്ക് തോന്നുന്നു എത്ര മണിക്ക് ഇറങ്ങിയ? നമ്മള് 12 1 മണി. 1 മണിക്ക് ഇറങ്ങിയത്. നമ്മൾ 1 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ഈരാറ്റുപേട്ടയിലോട്ടാണ് വന്നത്. ഏതൊക്കെ വഴിയാണെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിനും നമുക്കും അറിയാവൂ, നമുക്കറിയത്തില്ല. നാട്ടുകാർക്ക് നോക്കുന്നത് ഇതിൽ കൂടെ വണ്ടിയൊക്കെ പോകണമെന്ന്. ചില വഴി കൂടെയൊക്കെ വന്നപ്പോ ചിലത് റോഡൊന്നും അല്ല, ചിലതൊക്കെ ഏതോ ഒരു റബ്ബറും തോട്ടത്തിൽ കൂടെ 4 തവണ ആരങ്ങനെ കയറി പോയ വഴി കൂടെ. ആ എത്ര പേരിങ്ങനെ പോയപ്പോ അവിടെ ഒരു വഴിയായി, അതിലെ കൂടെ കമ്മളിഞ്ഞു വന്നു. സംഭവം അടിപൊളിയായിരുന്നു. വാഗമൺ വരണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇവ അതിന് ശേഷം പോകുന്നുണ്ട്, 20-ാം തീയതി മൂന്നാർ പോകുന്നുണ്ട്. ഞാൻ പോണില്ല, അതിന് മുമ്പ് വന്നതാ വാഗമൺ. എനിക്കും കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ രാവിലെ വരണമായിരുന്നു അല്ലേ? രാവിലെ കുറച്ചും കൂടെ മേലോട്ട് പോയാൽ നല്ല കോടാണ്. നമ്മളിനി അങ്ങോട്ട് പോവുക. നമ്മള് ഈ പ്ലാൻ ഇന്നലെ രാത്രി ഇട്ടതാ. ഇന്നലെ രാത്രി 2 മണിക്ക് രാത്രി 2 മണിക്ക് ഇറങ്ങാൻ വേണ്ടി ഇരുന്നതാ വാഗമൺ പോകാൻ. വീട്ടിൽ നിന്ന് ഇട്ടില്ല, ഭയങ്കര ടെററായിരുന്നു, അതുകൊണ്ട് പിന്നെ പോയില്ല. രാവിലെ പോകാന്ന് വെച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മുതുക്കുറക്കം ഉറങ്ങിയത്. പിന്നെ രാവിലെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്നുമല്ല, 12 മണിക്ക് രാത്രി വീട്ടിൽ നിന്ന് ഇട്ടില്ല. രാവിലെ പോകാൻ ഇരുന്നതാ. രാവിലെ ഇപ്പൊ വഴി ടോപ്പ് വ്യൂവിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പാറയില് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് വ്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. വാഗമൺ വേറൊരു യൂണിവേഴ്സ്. എനിക്ക് തോന്നുന്നത് അങ്ങ് മേളിലോട്ടാണ് തോന്നുന്നു, പൈൻ വാലിയൊക്കെ. ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് മൂലമറ്റം, കോട്ടയം, ഈരാറ്റുപേട്ട, വാഗമൺ ഇനി അങ്ങോട്ട് 1 കിലോമീറ്റർ ഉണ്ട്. വാഗമൺ എന്ന് പറയുന്നൊരു സിറ്റിയാണ് വാഗമൺ. അത് ഈ കാണുന്നവർക്ക് അറിയാം. നമ്മളാദ്യമായിട്ട് പോയിട്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാഗമൺ ഒരു സിറ്റി ആയിരിക്കാം. ഞാൻ വിചാരിച്ച വാഗമൺ ഭയങ്കര എന്തോ നമ്മളിവിടുന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ടാ പോവുക? വീട്ടിലോട്ടാണോ മേളിലോട്ട് പോകണോ? എന്തായാലും വന്നാലേ മേളിലോട്ട് പോകണം. വണ്ടി കഴിക്കുന്നൊന്ന് പറയുന്നു. ഇവിടുത്തെ പെയിന്റ് പോയി, ഇവിടെ വന്ന് പോയി, കയ്യിൽ നിന്ന് ജസ്റ്റ് തറയണോ. വാഗമൺ തീർന്നില്ല, ഇനിയുണ്ട്. ഇത് മൊട്ടക്കൊന്ന്. ഇവിടെ പോയി ഒരു ചായയും കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാ. നമ്മളിപ്പോ മൊട്ടക്കുന്നിൽ അയക്കുന്ന ബജ്ജി നിന്നിട്ട് അടപ്പളായി മുളകെടുത്ത് കടിച്ചു കൊടുത്ത് മൊട്ടക്കുന്നിൻ്റെ ഇനിയുണ്ട്. മൊട്ടക്കുന്ന് പറയുമ്പോൾ ഫുള്ള് കുന്നും ഫുള്ള് മലയും. നമ്മളിവിടുന്ന് ഒരു ചായയും ബജ്ജിയും കുടിച്ചായിരുന്നു. ഏരിന് ഊപ്പാട് വന്ന്. പിന്നെ എൻ്റെ സ്പേസ് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് സ്പേസ് ഒപ്പിച്ച് സെറ്റാക്കിയത്. ഇനി ഫുൾ എടുക്കാം. ആണ്ടേ ഈ ഒരു കുന്ന് കയറി അങ്ങ് മണ്ടേ പോകാൻ നല്ല കിട്ടിലും വ്യൂ ആയിരിക്കും. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവിടെ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് പോലീസും എക്സസൈസൊക്കെ ഉണ്ടായിരുന്നു. ഓ ഇതെന്തോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകണം. വല്ലതും കടിച്ചേ പിടിക്കുക ചെയ്താൽ നിങ്ങൾ അങ്ങ് കണ്ടോളണം.
നമ്മളിവിടെ തന്നെ ഉണ്ടെന്നൊന്ന് പറഞ്ഞോളാം. ഇതിട്ടാലും നിങ്ങൾ പറയും അതും കണ്ടോണ്ടിരിക്കും മണ്ടന്മാരും. യെസ്, കിടിലം കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെയാണ് നമ്മൾ പോണത്. കല്ലും മുള്ളൊന്നും ഇല്ലെങ്കിലും നല്ല കിടിലം തേരിയുണ്ട്. ഷൂട്ട് കൊണ്ട് നല്ല കണക്ക് ഓടാൻ പറ്റുന്നുണ്ട്. എവിടെ പോയാലും ഷൂ ധരിക്കുക, ഇല്ലെങ്കിൽ കാലിൽ ഊച്ചടിക്കും. അവിടുന്ന് ഉരുണ്ടാ മതി, താഴെ ചെന്ന് നിന്നോളൂ. എൻ്റെ മോനെ കാണാം. മഞ്ഞ് വരുന്നുണ്ട. കൈ വിറക്കി നാലൊക്കെ പോയി എത്ര മണി 6:55. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകും. 6:55. ഒട്ടുക്കത്തെ തണുപ്പും കിട്ടിലും കാറ്റ് പിടിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ഇവിടെ ഇരുന്നാൽ ഇവിടെ ഇരിക്കാനേ പറ്റും. ഇവിടെ ഇരുന്ന് പോകും. ഇവിടെ വലിയ തണുപ്പില്ല, പക്ഷെ അങ്ങ് മണ്ടയിൽ കാറ്റ് പിടിക്കുന്നുണ്ട്. നല്ല കിടിലം മഞ്ഞുണ്ട്. സംഭവം എന്ന് വെച്ചാലേ ഇവിടെ റൂം എടുത്തൂടെ കിടക്കണമെന്നുണ്ട്. കഴിഞ്ഞ പെരുന്നാൾ വലിയ കൊച്ചു പെരുന്നാളിന് ചെറിയ പെരുന്നാളിന് നമ്മൾ എറണാകുളത്ത് പോയി ഓടിക്കതച്ചൊക്കെയാണ് നിസ്കരിക്കാൻ പോയത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. എന്നിട്ട് നാളെ രാവിലെ പള്ളിയിൽ പോകണം. സമാധാനപരമായിട്ടുള്ള പെരുന്നാൾ ആഘോഷം. യെസ്, സമാധാനമായിട്ട് പെരുന്നാൾ ആഘോഷിക്കാം. തെന്നിടിച്ച് ഇങ്ങനെ വീണതാ. ഫുള്ളുകാട് ഇതുവഴി ഇച്ചിരി റിസ്ക് എടുത്ത് ഇറങ്ങാൻ പറ്റും. നമ്മൾ ഇതുവഴി എങ്ങനെയാണ് കയറി വന്നത്? ഹലോ ഗൈസ്, ലൈറ്റ് ഇടൂ, കം ഓൺ. യെസ്, പുറം ലോകം നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇതിന് മുമ്പ് ഇങ്ങോട്ട് വന്നപ്പം വണ്ടി ചെറുതായിട്ടൊന്ന് സ്കിഡായി. സംഭവം തിരിച്ച വഴിക്ക് ഇവൻ്റെ വെയിറ്റും വണ്ടിയുടെ വെയിറ്റും ആയി പോയി. ഫ്രണ്ട് ടയർ മണലിൽ കയറി തെങ്ങി. മണലിൽ കയറി തെങ്ങി പോയി. ജസ്റ്റ് ഒന്ന് തറ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് അപ്പോഴേ നിപ്പി തറയാണ്. കുറച്ച് സ്ഥലത്ത് പോയി. വെളിയിൽ പോലും ഇറക്കാതെ വെച്ചിരുന്ന ബൈക്കായിരുന്നു. ആ ഒരു വിഷമമുണ്ട്. ഒറ്റ വിഷമേ ഉള്ളൂ ഇങ്ങോട്ട് വന്നതിൽ. വണ്ടിയുടെ അടുത്ത് വന്ന് ഇനി നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ശരിക്കും വാഗമൺ അവിടെ നമ്മൾ അറിയാൻ വയ്യാതെ വേറെ ഏതോ വഴി കൂടെ വന്നു. കുട്ടിക്കാനം വഴിയേ പോവും. ഈരാറ്റുപേട്ട വഴിയാണ്ടാണ് നമ്മൾ ചെന്ന് കയറിയത്. കുട്ടിക്കാനം വഴി പോയാൽ വാഗമണിൻ്റെ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്ത് പോവാം. ഇങ്ങോട്ട് വന്ന വഴിക്ക് തേയിലത്തോട്ടം പോലും നമ്മൾ കണ്ടില്ല. പക്ഷേ തിരിച്ചിറങ്ങി വന്നപ്പോൾ കുട്ടിക്കാനം വഴിയാണ് വന്നത്. അപ്പോൾ ഫുള്ള് തേയിലത്തോട്ടമാണ്. പക്ഷെ നൈറ്റ് ആയിപ്പോയി. നൈറ്റ് ബ്യൂട്ടി അറിയാൻ പറ്റിയില്ല. നല്ല തണുപ്പായിരുന്നു. ഒരു മിന്നലടിച്ചിരുന്ന് ഇവിടെയൊക്കെ കാണാമായിരുന്നു. മിന്നലും ഇല്ല, ഒന്നും. വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് കാണേണ്ടി വന്നു. കുഴപ്പമൊന്നും ഇല്ല. എന്തായാലും വണ്ടി ഇടിച്ച് വീടിനകത്ത് കയറി. ഒരു 11:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ എത്തി. ഈ ഫോൺ കാണെങ്കിൽ ചാർജ് ഫുള്ള് ഡൗൺ ആയി. എൻ്റെ 2 ഫോൺ ഓഫായി. ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കുത്തി കിട്ടത് ഓണാക്കിയത്. ഉച്ചയ്ക്ക് 1 മണിക്ക് പോയതാണ്. ഇനി നാളെ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വന്നത്. നാളെ രാവിലെ പള്ളിയിൽ പോകാൻ വരണമെന്നേ ഇല്ലായിരുന്നു. മുട്ടക്കുന്നിൻ്റെ ഏറ്റവും വണ്ടിയിൽ പോയി ടെൻ്റ് അടിച്ച് താമസിക്കണമെന്നുള്ളായിരുന്നു. ഒരു ദിവസം പോകും. വരണമെന്നില്ലായിരുന്നു. പിന്നെ നാളെ പള്ളിയിൽ പോകാം. കഴിഞ്ഞ ചെറിയ പെരുന്നാളിനും പള്ളിയിൽ പോകാൻ പറ്റിയില്ല. നമ്മുടെ പള്ളിയിൽ പോകാൻ പറ്റില്ല. അങ്ങ് എറണാകുളത്തായിരുന്നു പോയത്. ഗൂഗിൾ മാപ്പ് കാരണം പ്രധാനപ്പെട്ട സ്ഥലമെല്ലാം മിസ്സായി. നമ്മൾ പോയ വഴി എളുപ്പ വഴി നോക്കി പോയതാണ്. നേരെ വാഗമൺ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കുട്ടിക്കാനം വഴി പോയിരുന്നെങ്കിൽ തേയിലത്തോട്ടങ്ങളും ആ വെള്ളച്ചാട്ടവും എല്ലാം കാണാൻ. തിരിച്ച് രാത്രിയായപ്പോഴാണ് എല്ലാം കണ്ടത്. ലൈറ്റ് അടിച്ച് നോക്കേണ്ടി വന്നു. ഓക്കെ, ടാറ്റാ, ഗുഡ് നൈറ്റ്.